ഈ കാണുന്ന പിക്ചറിന്റെ സെന്ററിലുള്ള ദീപാർ നമ്മൾ പലരും കാണുന്നത് ടു ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആയിട്ടാണ്. പക്ഷേ അത് ശരിക്കും ഒരു കളറാണ്. അങ്ങനെ നമുക്ക് രണ്ട് കളേഴ്സ് ആയിട്ട് തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് അതിന്റെ ചുറ്റും യൂസ് ചെയ്തിട്ടുള്ള കളർ ഗ്രേഡിയന്റ് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ആ കളർ ഗ്രേഡിയന്റ് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതൊരു സെയിം കളർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നെക്സ്റ്റ് പിക്ചർ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് സ്ക്വയർസ് കാണും. അതിൽ എയുടെ കളർ ഡാർക്കും ബിയുടെ കളർ ലൈറ്റും ആണ്. ബട്ട് ശരിക്കും എക്കും ബിക്കും സെയിം കളറാണ്. ഇങ്ങനെ രണ്ട് കളറായി നമുക്ക് തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് അതിന്റെ അഡ്ജസ്റ്റന്റ് ആയി ബാക്കിയുള്ള സ്ക്വയർസ് വരുന്നുണ്ടാണ്. ഇനി നെക്സ്റ്റ് പിക്ചറിൽ നമുക്ക് രണ്ട് ലൈൻസ് സ്ക്രീനിൽ കാണാം. അതിൽ ടോപ്പ് ലൈനിന്റെ ലെന്ത് കൂടുതലായിട്ടും ബോട്ടം ലൈനിന്റെ ലെന്ത് കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ബട്ട് ആക്ച്വലി സെയിം ലെന്താണ് രണ്ട് ലൈൻസിനും. അത് പ്രൂവ് ചെയ്യാനായിട്ട് ജസ്റ്റ് രണ്ട് പാല ലൈൻസ് സൈഡിൽ വരച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ സ്ക്രീനിൽ നമുക്ക് രണ്ട് പിയേഴ്സ് കാണാം. അത് രണ്ട് കളേഴ്സ് ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും തന്നെ തോന്നുന്നത്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് കളർ പിക്കർ യൂസ് ചെയ്ത് അതിൻ്റെ ഹെക്സ് വാല്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ വാല്യൂസ് സെയിം ആയിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് സെയിം ആണ്. സോ രണ്ട് പിയേഴ്സിൻ്റെ കളർ എന്ന് പറയുന്നത് സെയിം ആണ്. സോ ബേസിക്കലി ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെ ട്രിക്ക് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഇമേജസ് ആണ്. ശരിക്കും നമ്മൾ കാണുന്നതല്ലായിരിക്കും നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ അതാണ് റിയാലിറ്റി എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന കളർ ഷേപ്സ് ലൈറ്റ് പാറ്റേൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിൽ ക്വിക്ക് ആയിട്ടുള്ള ഗസ്സുകൾ നടത്താൻ നോക്കും. സോ അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്.